കർണാടകയിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ 6943 ഹൃദയാഘാത മരണം. രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന ചില മരണനിരക്കുകളാണിപ്പോൾ പുറത്തുവരുന്നത്. കർണാടകയിൽ ഹൃദയാഘാതം വന്നു മരിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ ഉണ്ടായ വർധനവാണ് ഈ ആശങ്കയ്ക്ക് കാരണം. ഇക്കഴിഞ്ഞ 2025 ജനുവരി മുതൽ മെയ് വരെ 6943 പേരാണ് ഹൃദയാഘാതം മൂലം കർണാടകയിൽ മരിച്ചത്. ഇത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണിത്. ഇതിലും എത്രയോ ഇരട്ടിയായിരിക്കും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും കണക്കുകൾ പരിശോധിച്ചാൽ ലഭ്യമാകുക. കർണാടകയിലെ ഹാസനിൽ 45 ദിവസത്തിനിടെ ഹൃദയാഘാതം വന്ന് മരിച്ചത് 30 പേരാണ്. ഇന്നലെ മാത്രം 4 പേരാണ് മരിച്ചത്. മൈസൂരിൽ ഒരാളും മരിച്ചു. കർണാടകയിലെ തുടർച്ചയായുള്ള ഹൃദയാഘാത മരണങ്ങളിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഡയബറ്റീസ് ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങളുള്ളവരും കോമോബിഡിറ്റീസ് ഉള്ളവരുമാണ് മരിച്ചവരിലേറെയും. കോവിഡ് വാക്സിൻ്റെ പാർശ്വഫലമാകാം മരണകാരണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവർ ആശങ്ക പങ്കുവച്ചിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇപ്രകാരം ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമായ വാർത്തയാകുന്നുമില്ല, ചർച്ചകളുമാകുന്നില്ല. ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്സുകൾ ആരും തന്നെ എടുക്കുന്നില്ല, പഠനവിധേയവുമാക്കുന്നില്ല. വളരെയേറെ ചെറുപ്പക്കാർ ഇവിടെ പ്രതിദിനം ഹൃദയാഘാതം മൂലം മരിക്കുന്നുണ്ട്. കോവിഡ് വാക്സിൻ്റെ പാർശ്വഫലമാണ് എന്ന് പരക്കെ അഭിപ്രായമുണ്ടെങ്കിലും അതൊന്നും ബോധപൂർവം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, വാർത്തയാകുന്നുമില്ല. എന്നാൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് ഈ ആരോപണം നിഷേധിച്ചു. കഴിഞ്ഞ 4 മാസക്കാലയളവിൽ ഹാസനിൽ മാത്രം 183 പേർ മരിച്ചു. ഒരു മാസം ശരാശരി 36 മരണം. ഹാസനിൽ ഹൃദയാഘാത മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് 10 അംഗ സമിതിക്ക് രൂപം നൽകിയിരുന്നു. മരിച്ചവരിലേറെയും 50 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. 5 പേർ 20-ൽ താഴെയുള്ളവരും. ഹൃദയാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവരാണ് മരിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പരാതി ഉന്നയിച്ചതോടെ കാരണം കണ്ടെത്തി പ്രതിവിധി ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹർഷ് ഗുപ്ത അധ്യക്ഷനായ 10 അംഗ സമിതിക്ക് സർക്കാർ രൂപം നൽകിയത്. നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് അയക്കുവാനും നിർദ്ദേശമുണ്ട്. കേരളത്തിലും അടിയന്തരമായി കഴിഞ്ഞ 6 മാസക്കാലയളവിലുണ്ടായ ഹൃദയാഘാത മരണങ്ങളുടെ വിശദാംശങ്ങൾ എടുക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യണം. ഓർക്കുക, കോവിഡ് സമയത്ത് പോലും കോവിഡ് മൂലം ഇത്രയും മരണങ്ങൾ ഉണ്ടായില്ല എന്ന് നാം മനസ്സിലാക്കണം. കോവിഡ് വാക്സിൻ പാർശ്വഫലം മൂലമുള്ള മരണങ്ങൾ മൂടിവെക്കുവാൻ സർക്കാരിന് എന്താണ് ഇത്രയും താല്പര്യം എന്നും അന്വേഷണം വേണം. അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേതാക്കൾക്കും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായവുമില്ല, താല്പര്യവുമില്ല എന്നതും വളരെയേറെ ശ്രദ്ധേയമാണ്. ഇത്രയും ഗുരുതരമായ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടുന്നത് ഈ IMA അല്ലേ? അതോ ഇവർ വെറുമൊരു വിശ്വകര തൊഴിലാളി സംഘടന മാത്രമാണോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.